ഏതാനും പേര് കൂടി തുടങ്ങിവെച്ച 2020 കിഴക്കമ്പലം എന്ന പ്രസ്ഥാനം ഇന്ന് കേരളമൊട്ടാകെ വളർന്ന് 14 ജില്ലകളിലുമായി സംസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടെ 60 പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും 4 മുനിസിപ്പാലിറ്റികളും മത്സരിക്കാവുന്ന രീതിയിലേക്ക് വളർന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ജിബി കുന്നത്തുനാട് നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. വളരെ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബം. അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബം ഗൾഫ് രാജ്യത്തിലാണ് ജീവിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്നതും അവിടെയാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നമ്മുടെ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിന് ആകൃഷ്ടനായി. ഈ നാടിന്റെ നന്മയോടൊപ്പം ജീവിതകാലത്ത് ചെയ്യാവുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് അദ്ദേഹം ഇതിനെ കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതും. ഞാൻ ഓർക്കുന്നുണ്ട്, 2020 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ആദ്യത്തെ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയത് ജിബി എബ്രാഹിമിനാണ്. ഇന്ന് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി മാറിയിരിക്കുന്നു. അദ്ദേഹം അനുഭവിച്ച വേദന എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുകയുണ്ടായി. നമുക്കറിയാം, 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അടിപിടി അക്രമത്തിന്റെ പ്രസ്ഥാനമല്ല. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അടിച്ചവനെ തിരിച്ചടിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ അവര് 10ഓ 15ഓ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മളേതാണ്ട് 500ഓളം ആളുകളുണ്ടായിരുന്നു. നമുക്ക് വളരെ നിഷ്പ്രയാസം അവരെ തിരിച്ചടിക്കാമായിരുന്നു. പക്ഷേ അത് നമ്മുടെ പാതയല്ല. ഇവിടെയാണ് ഈ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. കാരണം ഈ നാട്ടിലെ അക്രമം അഴിച്ചുവിട്ട് അരാജകത്വം ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കള്ളും മയക്കുമരുന്നും കൊടുത്ത് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്രമം നമ്മളുടെ പാതയല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. നമ്മളുടെ ദീപു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ കുടുംബം കണ്ടാൽ അറിയാം, ഇന്നും അവരുടെ അച്ഛനും അമ്മയും നമ്മളുടെ പരിചരണത്തിലാണ് ജീവിക്കുന്നത്. 80 വയസ്സായുള്ള അച്ഛൻ, അമ്മ, അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് 2020 പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവരെയൊക്കെ ആക്രമിക്കുന്നവരും കൊലപാതകം ചെയ്യുന്ന അവരും ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ഒരു കുടുംബമാണ് അനാഥമാക്കിയിരിക്കുന്നത് എന്ന്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നിങ്ങൾ അടിച്ചു കൊന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരേ പാത തുടരുന്നത് കൊണ്ട് ഇന്നും നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നു. ആ ഉങ്കുകൊണ്ടാണ് നിങ്ങൾ ഈ ജനങ്ങളെ ആക്രമിക്കുന്നതും കൊലപാതകങ്ങൾ നടത്തുന്നതും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പകരം ചോദിക്കാനായിട്ട് കേരളത്തില് ഉണർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ് 2020. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസുകാർ ആക്രമിച്ചു. പക്ഷേ കേസെടുത്തത്
അക്രമത്തിന് ഇരയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പ്രവർത്തകരെയും പേരിലാണ്. എനിക്ക് പലപ്പോഴും കഷ്ടം തോന്നാറുണ്ട് നമ്മുടെ പോലീസുകാരെ ഓർത്ത്. ഞാനൊരു മീറ്റിംഗിൽ പറയുകയുണ്ടായി, നമ്മുടെ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടുത്തെ പോലീസുകാരുടെ നട്ടെല്ലൂരിയിട്ട് അവിടെ വാഴപ്പണ്ടി ഫിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറയുന്നതിനനുസരിച്ച് ഒരു പാവകളെ പോലെ അഭിനയിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 60ഓളം പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും അടക്കം ഏതാണ്ട് 1600ഓളം സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മൾ നേരിടുന്ന ശത്രുക്കള് ഗുണ്ടായുസം കൊണ്ടും തെമ്മാടിത്തരം കൊണ്ടും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അപ്പോ ഇതുവരെ 5 വർഷം ഈ നാടിന്റെ പ്രശ്നങ്ങളില്, ജനങ്ങളുടെ പ്രശ്നങ്ങളില് ഒന്നും തിരിഞ്ഞു നോക്കാതിരുന്ന രാഷ്ട്രീയക്കാര് ഇനി നിങ്ങള് ഓരോ ദിവസം ചെല്ലുന്തോറും ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഇവിടെ തേനൊഴുക്കും പാലൊഴുക്കും എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ ആദ്യമായിട്ട് 2020 മത്സരിക്കുന്ന സമയത്ത് അവിടെ 4ഓളം ലക്ഷം വീട് കോളനികൾ ഉണ്ടായിരുന്നു. ഏത് സമയത്തും നിലം പൊത്തുമെന്ന രീതിയിൽ മഴ പെയ്യുമ്പോ കാറ്റടിക്കുമ്പോ തങ്ങളുടെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് പാത്രങ്ങളും മുറവുമെല്ലാം പിടിച്ച് കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങളുടെ എല്ലാം അടുത്ത് ചെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറഞ്ഞു, ഞങ്ങള് നിങ്ങളുടെ വീടുകൾ ഒറ്റ വീടുകളാക്കാം, നിങ്ങൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാക്കാം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ പാവങ്ങളെ അവർ പറഞ്ഞു പറ്റിച്ചു. കിഴക്കമ്പലത്തെ ഒരു കോൺഗ്രസ് നേതാവ് വെലങ്ങിലുള്ള ഒരു കോളനിയിൽ പോയിട്ട് ആ പാവങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ കൈയുടെ മോളിൽ കൈകൾ വെപ്പിച്ചിട്ട് സത്യം ചെയ്യിച്ചു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കി തരാമെന്ന്. അങ്ങനെ 5 തവണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതേ സത്യം ചെയ്യിച്ചു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോ മൂഞ്ചിച്ചേ എന്ന് പറഞ്ഞു. ആ പാവങ്ങൾ ഓരോ തവണയും അവരെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു കുത്തി. പക്ഷേ അവർക്കാരും വീടുകൾ ഉണ്ടാക്കി കൊടുത്തില്ല. അവർക്ക് കൊടുത്തത് ദാരിദ്ര്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമായിരുന്നു. 2015 മത്സരിച്ചപ്പോ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ കാര്യം ലക്ഷം വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കും എന്ന കാര്യമായിരുന്നു. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ച് 19 സീറ്റിൽ 17 സീറ്റ് നേടി 2015 അധികാരമെടുത്ത് ആദ്യത്തെ കമ്മിറ്റിയില് ആദ്യത്തെ തീരുമാനം ലക്ഷം വീടുകൾ ഒറ്റ വീടുകളാക്കാനായിരുന്നു. അങ്ങനെ 2018 ഇതേ വീടുകളെല്ലാം ഒറ്റ വീടുകളല്ലാക്കി ഗോഡ്സ് വില്ലകളാക്കി ഞങ്ങള് മാറ്റി. നമ്മുടെ പ്രിയ സിനിമാ താരം കമലഹാസൻ വന്നാണ് അതിന്റെ താക്കോൽദാനം നിർവഹിച്ചത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതേ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ട് അവർ വീണ്ടും വരും, മോഹന വാഗ്ദാനങ്ങള് നൽകിക്കൊണ്ട്. നിങ്ങളതിൽ വിശ്വസിച്ച് വീണ്ടും ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് തന്നെ കുഴികുത്തലായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു തന്ത്രം ഇവർ ചെയ്യാൻ പോകുന്നത്,
നിങ്ങൾ 2020 വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിക്കാനായിരിക്കും എന്ന് കോൺഗ്രസുകാർ പറയും. കമ്മ്യൂണിസ്റ്റുകാർ പറയും നിങ്ങൾ 2020 വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാരെ വിജയിപ്പിക്കാനാണെന്ന് പറയും. പാവം പലരും അത് വിശ്വസിച്ച് അയ്യോ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിജയിക്കില്ലേ എന്ന് വിചാരിച്ച് കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക, ഇതെപ്പോഴും അവർ പയറ്റുന്ന ഒരു തന്ത്രമാണത്. ഇനി ചിലപ്പോ ചിലര് ഇതൊന്നും നടക്കില്ല എന്ന് കാണുമ്പോ അവർ പറയാൻ പോകുന്നത് നിങ്ങള് പഞ്ചായത്തിലെ ഒരു വോട്ട് 2020 ചെയ്തോ, ബ്ലോക്കില് ഞങ്ങൾക്ക് താട്ടെ എന്ന് പറയും. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെന്ന് പറയും. അതിന്റെ പുറകെ കോൺഗ്രസ്സുകാർ വരും. കോൺഗ്രസ്സുകാർ വന്നിട്ട് പറയും നിങ്ങള് ഒരു വോട്ട് 2020 ചെയ്തോ, ജില്ലാ പഞ്ചായത്തിലെ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. അപ്പോ അങ്ങനെയെങ്കിലും ഒരു വോട്ട് ഒരു സീറ്റ് കിട്ടാനായിട്ടുള്ള പരിപാടികൾ അവർ നോക്കും. ഇനി ഇത് രണ്ടും ഇതെല്ലാം നടക്കാതെ വരുമ്പോ ആണ് അടുത്തൊരു പരിപാടി, മദ്യം കൊടുക്കുക. നമുക്കറിയാം നമ്മുടെ വീടുകളില് മദ്യം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മദ്യം മേടിച്ചു കൊടുക്കുക. തെരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചയാകുമ്പോ അവരെ പിന്നെ സൽബുദ്ധിയിൽ നല്ല നിലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. 24 മണിക്കൂറും അവർക്ക് മദ്യം വാങ്ങിക്കൊടുത്ത് പൂസാക്കി ആ വോട്ട് മേടിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അപ്പോ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികള്, ഭാര്യമാര് അവരെ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കരുത്. പ്രത്യേകിച്ച് അവസാനത്തെ ആഴ്ച അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവും ചിലപ്പോ അവരുടെ കാറ്റും പോയി നിന്നിരിക്കും. കാരണം അതുപോലെയുള്ള വാറ്റുചാരായവും കള്ളും എല്ലാം കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇനി ഇതിനു പുറമെയാണ് പണം കൊടുക്കുക. ഇപ്പോ 2015 2020 മത്സരിച്ചു കഴിഞ്ഞപ്പോ 19 സീറ്റിൽ 17 സീറ്റ് നേടി വിജയിച്ചു. അതിനുശേഷം 2020 വീണ്ടും മത്സരിച്ചു കഴിഞ്ഞപ്പോ 19 സീറ്റിൽ 18 സീറ്റ് വിജയിച്ചു. 19 സീറ്റും വിജയിക്കേണ്ടതായിരുന്നു. ഒരു സീറ്റില് അവരെന്ത് ചെയ്തു, ഒരു കോൺഗ്രസിന്റെ ആളാണ് മത്സരിച്ചത്. അവിടെ ഒരു വോട്ടിന്, ഒരു കുടുംബത്തിന്, ഓരോ കുടുംബത്തിലും ചെന്ന് എത്ര വോട്ടുണ്ട്, ഒരു വോട്ടിന് 5000 രൂപ വെച്ച് 200 വോട്ടുകളാണ് അയാൾ വാങ്ങിയത്. അതായത് 10 ലക്ഷം രൂപ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ആ വാർഡിൽ വിതരണം ചെയ്തു. അങ്ങനെ 200 വോട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോ 110 വോട്ടിന്റെ ഭൂരിപക്ഷക്കുറവില് 2020 തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോ ആ ഒരു ശ്രമവും അവർ നടത്തും, അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി വേറൊന്നാണ് ഭീഷണി. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പുത്തൻകുരിശ് മേഖലകള്, തിരുവാണിയൂർ മേഖലകളില് യൂണിയൻ തൊഴിലാളികളുണ്ട്. അവിടെയൊക്കെ ചെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ജോലി കളയും. നിങ്ങൾ 2020 കൂടെ പ്രവർത്തിക്കുകയോ അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി തൊഴിലുറപ്പ് സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് പറയും നിങ്ങളുടെ തൊഴിലുറപ്പുണ്ടാവില്ല. 2020 വോട്ട് ചെയ്ത് 2020 വിജയിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഭീഷണി. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സംസ്ഥാന സർക്കാരുമായിട്ട് ആരും ബന്ധമില്ല. കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന പണം നടപ്പിലാക്കുക. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തും കുന്നത്തുനാട് പഞ്ചായത്തും മഴുവന്നൂർ പഞ്ചായത്തും ഐക്കർനാട് പഞ്ചായത്തും എടുക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ 942 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്ന പഞ്ചായത്താണ് ഈ 4 പഞ്ചായത്തുകളും. അപ്പോ ഇതെല്ലാം ഈ പാവപ്പെട്ട വിദ്യാഭ്യാസം കുറഞ്ഞ അറിവില്ലാത്ത ആളുകളെ അവരെ വഞ്ചിച്ച് പറ്റിക്കുന്ന പരിപാടികൾ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് അറിയൂ. ഇനി വേറൊന്നാണ് സൊസൈറ്റി ലോൺ. ഇപ്പൊ നോക്കിക്കോളൂ, ഇനി അങ്ങോട്ട് പല വീടുകളും, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളും തന്നെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ വീടുകൾ തോറും കയറി ഇറങ്ങി പറയും നിങ്ങള് വോട്ട് ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങള് ജപ്തി ചെയ്യും, ലോൺ ഇപ്പൊ തന്നെ തിരിച്ചടയ്ക്കണം. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോളൂ,
ഇനി ഇവര് സൊസൈറ്റികളിൽ പോയി, കാരണം ഇവർ ഈ സൊസൈറ്റികളെല്ലാം ഇവരാണ് ഭരിക്കുന്നത്. ഈ സൊസൈറ്റികളിൽ പോയിട്ട് കൂട്ടമായിട്ട് റവന്യൂ റിക്കവറി നോട്ടീസ് അടയ്ക്കും. വെറുതെ ഒരു ഭയപ്പെടുത്തലാണത്. ഒരു കാരണവശാലും ആരും അടയ്ക്കണ്ട. അങ്ങനെ വന്ന നിയമപരമായിട്ട് നേരിടാനായിട്ട് ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് 2020. അപ്പോ തൊഴിലുറപ്പ് നഷ്ടപ്പെടുത്തും, ജോലികളെയും അതുപോലെ പെൻഷൻ ഇല്ലാതെയാക്കും. ചില വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾ താമസിക്കുന്നിടത്ത് പോയിട്ട് ഇവർ പറയുകയാണ്, ഇവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, 2020 കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ കിട്ടില്ല. 2020 പെൻഷനുമായിട്ട് എന്താ ബന്ധം? അത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. പഞ്ചായത്തിന് യാതൊരു റോളും അതിനകത്തില്ല. പക്ഷേ ഈ പാവങ്ങൾ അത് വിശ്വസിച്ച് പേടിച്ച് ചിലപ്പോൾ പോയിട്ട് അവർക്ക് വോട്ട് ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇനി സൊസൈറ്റി ലോണിന്റെ ജപ്തി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസുകാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ജോലി കളയുമെന്ന് വരട്ടി ധൈര്യമുണ്ടെങ്കിൽ ഒരാളുടെ ജോലി കളയും. നിങ്ങൾ ആരെങ്കിലും തൊഴിലുറപ്പ് കളയുമെന്ന് പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ കാണിക്ക്. നിങ്ങൾ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പൊ കാണിച്ചു തരാം 2020 പ്രസ്ഥാനം എന്താണെന്നുള്ളത്. അപ്പോ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അടുത്തൊരു പരിപാടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയും അടിയുണ്ടാവും, അവിടെ ബൂത്തിൽ അടിയുണ്ടാവും, നിങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകണ്ട. അത് അടുത്തൊരു പരിപാടിയാണത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവരൊക്കെ ജനാധിപത്യം പ്രസംഗിച്ചിട്ട്, ഇതാണോ ജനാധിപത്യം? ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അടിമകളാക്കി വോട്ട് ചെയ്യാതിരിക്കലാണോ ജനാധിപത്യം? നിങ്ങൾ ജനങ്ങളെ സേവിക്കണം, ഈ നാടിനെ സേവിക്കണം, നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അങ്ങനെ പ്രവർത്തിച്ച് അവരെ സ്നേഹത്തോടെയുള്ള വോട്ടാണ് നിങ്ങൾ നേടേണ്ടത്. അല്ലാതെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇങ്ങനെയുള്ള ഗുണ്ടായുസം ഉപയോഗിച്ചുമല്ല ആളുകളുടെ വോട്ട് നേടേണ്ടത്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണ്? അപരന്മാരെ നിർത്തും. നമ്മുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കും. അപ്പൊ അതേ പേരിൽ ഇപ്പോ നമ്മൾ നിഷ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു 5 നിഷമാരെങ്കിലും അവിടെ ഉണ്ടാവും. എന്തിനാ അവര് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ നിർത്തില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അപരന്മാരെ നിർത്താതെ മത്സരിപ്പിക്കാനായിട്ട്? അവർക്ക് സാധിക്കില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതുവരെ അധികാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പിൽ കൂടിയും മാത്രമേ നേടിയിട്ടുള്ളൂ. അല്ലാതെ നേരെ ജനങ്ങളെ നേരിടാനായിട്ടുള്ള തന്റെ ഇടം ഇവർക്കില്ല, ധൈര്യം ഇവർക്കില്ല. അങ്ങനെ തന്റെ ഇടവും സത്യസന്ധമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ, 2020. ജനങ്ങളെ വഞ്ചിക്കാതെ സുതാര്യമായിട്ട് സത്യം പറഞ്ഞുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ നേടുന്ന ഒരേ ഒരു പാർട്ടി 2020 മാത്രമേ ഉള്ളൂ. ഇനി അപരന്മാരെ നിർത്തുക മാത്രമല്ല, നമ്മുടെ ചിഹ്നം മാങ്ങയാണ്. ഇവരെ മാങ്ങയ്ക്ക് പകരം അതുപോലെ ഇരിക്കുന്ന ചിഹ്നം നോക്കി ഇപ്പോഴേ മുതല് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ആപ്പിൾ എടുക്കും, ഉരുണ്ടിരിക്കുന്ന സാധനം എന്തെടുക്കും. അപ്പോ പാവപ്പെട്ട ചില ആളുകൾ, കണ്ണു കാണാൻ പറ്റാത്തവര്, തിരിച്ചറിയാൻ പറ്റാത്തവര്, അങ്ങനെ നമുക്ക് എത്രയോ 50, 60, 70 വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഈ തട്ടിപ്പൊക്കെ കാണിക്കുന്നത്? നീ ഇതിനെല്ലാം പുറമെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയോടാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സരത്തിന് ഒരുങ്ങുന്നത് LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായിട്ടായിരിക്കും 2020 നേരിടാൻ പോകുന്നത്. LDF-ഉം UDF-ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായിട്ടുള്ള 11 പാർട്ടികളാണ് LDF. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള 11 പാർട്ടികളാണ് UDF. ഇവര് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും 20-ക്കെതിരായിട്ട്. ഇവർക്ക് തനിയെ നിൽക്കാനായിട്ടുള്ള ധൈര്യമില്ല. 2020 നേരിടാനായിട്ടുള്ള ധൈര്യം LDF-നും UDF-നും ഇല്ല. കഴിഞ്ഞ തവണ അവരെന്ത് ചെയ്തു? കിഴക്കമ്പലം പഞ്ചായത്തിലെ കുമ്പനോടില് LDF സ്ഥാനാർത്ഥി അമ്മിണി
ഫോട്ടോ സഹിതം കൊടുത്തു. ഇപ്പുറത്ത് നോക്കുമ്പോ കണ്ടില്ലേ കിഴക്കമ്പലത്ത് രൂപപ്പെട്ട പുതിയ ചിഹ്നം. നിങ്ങൾ നോക്കുക, UDF സ്ഥാനാർത്ഥി അമ്മിണി രാഘവനെ വിജയിപ്പിക്കുക. ഇപ്പുറത്ത് നോക്ക്, LDF സ്ഥാനാർത്ഥി അമ്മിണി രാഘവനെ വിജയിപ്പിക്കുക. നാണമില്ല ഇവർക്ക്. ഇവരാണ് പറയുന്നത് ദേശീയ പാർട്ടിയാണെന്ന്. എന്ത് ദേശീയ പാർട്ടി? ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായിട്ട് നിർത്താൻ പോലും തന്റെ ഇടമില്ലാത്ത ഒരു പാർട്ടികളാണ് UDF-ഉം LDF-ഉം. അപ്പോ ഇനി വേറൊരു തന്ത്രമാണ്. കിഴക്കമ്പലത്ത് 4 വാർഡുകളില്, അവിടെ 3-ാം വാർഡില് വെലങ്ങ് വാർഡിൽ നിന്നുള്ള ഒരു കള്ളുകുടിയെ കൊണ്ടുവന്ന് UDF സ്ഥാനാർത്ഥിയാക്കി. ഈ കള്ളുകുടിയുടെ ഷാപ്പിലുള്ളവർക്ക് മാത്രമേ അറിയൂ, നാട്ടിൽ വേറെ ആർക്കും അറിയില്ല. അതാണ് അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാർഡിൽ ആരും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ അകലെ നിന്ന് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവന്റെ പേരിൽ ഒരു ഫ്ലക്സ് അടിക്കുകയോ ഒരു പോസ്റ്റ് അടിക്കുകയോ ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും? UDF-ന് അവിടെ സ്ഥാനാർത്ഥിയില്ല. അപ്പൊ UDF-കാരെന്ത് ചെയ്യും? 2020-യോടാണ് കലിപ്പ് മുഴുവൻ. അപ്പോ LDF-ന് വോട്ട് ചെയ്യും. അതുപോലെ തിരിച്ചും LDF-കാർ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു 25 കിലോമീറ്റർ അകലെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വെക്കും. അപ്പോ ഇത് കേൾക്കുന്ന LDF-കാരെ UDF-കാരെ, നിങ്ങൾ ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നാണമാവില്ലേ? സ്വന്തമായിട്ട്, ഞാൻ പറയാറുണ്ട്, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരാണ് LDF-ഉം UDF-ഉം. ഞാൻ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ പറയുണ്ടായി, പ്രത്യുൽപാദന ശേഷിയില്ലാത്ത 2 രാഷ്ട്രീയ പാർട്ടിക്കാരാണ് LDF-ഉം UDF-ഉം. കാരണം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനൊന്നും അറിയില്ല. അപ്പോ മറ്റുള്ളവരുണ്ടാക്കുന്നത് നോക്കി അവരുണ്ടാക്കുന്നതിന്റെ പിതൃത്വം ഏറ്റെടുത്ത്, അതൊക്കെയാണ് നമ്മുടെ സ്കൂൾ പണിതപ്പോ അവർ പോയി ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് പണി തീർക്കുന്നതിന് മുമ്പ് നീ പണി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് അത് പോയി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും കാണിക്കാനില്ലാത്ത 2 പ്രസ്ഥാനങ്ങൾ LDF, UDF. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങള് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഇന്ത്യ മുന്നണിയായിട്ട് അങ്ങോട്ട് മത്സരിക്കുക. നിങ്ങള് UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നോക്കിക്കോ, നിങ്ങള് അവിടെയും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഇന്ത്യ മുന്നണിയല്ല, കേരളത്തിലുള്ള എല്ലാ മുന്നണികളും കൂടി ഒന്നിച്ചു നിന്ന് മത്സരിച്ച് നോക്ക്, ഒരു സീറ്റ് പോലും പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്. ഇനി വേറൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് ഇവിടുത്തെ വ്യവസായികളാണ്. ഞാനൊരു വ്യവസായിയെ പറയുന്നതിന് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യവസായികൾക്കൊക്കെ LDF മതി അല്ലെങ്കിൽ UDF മതി. കാരണം എന്താ? ഒരു വ്യവസായിയെ ഞങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വർഷം 1.5 കോടി രൂപയുടെ ടാക്സ് വെട്ടിക്കുന്നത്. പിടിച്ചു, കോടതിയിൽ പോയി കെട്ടിച്ചു 1.5 കോടി രൂപ. അവിടെ എന്താ നടന്നുകൊണ്ടിരുന്നത്? 1.5 കോടി രൂപയില് 50 ലക്ഷം പാർട്ടിക്കാർ മേടിക്കും. 1 കോടി രൂപ മുതലാളി പോക്കറ്റിലിടും. അപ്പൊ മുതലാളിക്ക് ലാഭം, പാർട്ടിക്ക് ലാഭം. നഷ്ടപ്പെട്ടതാർക്കാ? ഇവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോ അങ്ങനെ പല മുതലാളിമാരെ ഞങ്ങൾ പിടിച്ചു. ഐക്യനാട് പഞ്ചായത്തിൽ മാത്രം 3 കോടി രൂപ അധിക വരുമാനമുണ്ടായി. മഴവന്നൂർ പഞ്ചായത്തിൽ 1.5 കോടി. ഒരു മുതലാളിമാരും ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല, പിടിച്ചു. ആശുപത്രികള്, അങ്ങനെ കോടികളുടെ നികുതി വെട്ടിപ്പ്. നികുതി വെട്ടിപ്പല്ല, ഈ നികുതി മുഴുവൻ ജനങ്ങൾക്ക് കിട്ടേണ്ടത്, നാടിന് കിട്ടേണ്ടത് ഇത് രാഷ്ട്രീയക്കാര് പോയി മേടിച്ച് പോക്കറ്റിലിട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷനില് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും പിരിവ് നടത്തേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെക്കാളും കോൺഗ്രസുകാരെക്കാളും 2020 ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, 2020 തോൽപ്പിക്കേണ്ടത്
ഇവിടുത്തെ മുതലാളിമാർക്ക്, മണ്ണ് മാഫിയകൾക്ക്, മദ്യമാഫിയകൾക്ക്, അങ്ങനെയുള്ള എല്ലാ തരികട പാർട്ടികളും ഒരു ഒറ്റയ്ക്കായിട്ട് ഇവരുടെ കൂടെ നിൽക്കും. നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരു രീതിയിലും ഒരു പൈസ പോലും ഇവർക്ക് കുറവ് വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കേരളത്തില് ഒന്നല്ലെങ്കിൽ LDF ഭരിക്കുന്നു, അല്ലെങ്കിൽ UDF ഭരിക്കുന്നു. ഇവര് ഭരിക്കുന്ന ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം അപ്പോ നമ്മള് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണകക്ഷി ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും അത് ജനങ്ങളെ അറിയിക്കേണ്ടവരുമാണ്. പക്ഷേ ഈ 942 പഞ്ചായത്തുകളില് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒഴിച്ച് ഒരു പഞ്ചായത്തിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അതിന്റെ കുട്ടൻസ് പിടികിട്ടിയത്. എന്താണ് അവിടെ നടക്കുന്നത്? ഭരിക്കുന്നവർക്ക് 60%, പ്രതിപക്ഷത്തിന് 40%. ഇവരൊരു ഫോർമുല കേരളമൊട്ടാകെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് കക്കുന്നതിന്റെ, മോഷ്ടിക്കുന്നതിന്റെ, അടിച്ചു മാറ്റുന്നതിന്റെ 60% ഭരണകക്ഷിക്ക്, 40% പ്രതിപക്ഷത്തിന്. അങ്ങനെ 20 മെമ്പർമാരുണ്ടെങ്കിൽ 1 കോടി രൂപ കട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ട് അത് വീതം വെച്ച് ഒരു തമ്മിത്തല്ലുമില്ലാതെ പരസ്പര ധാരണയോടെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തില് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ നാടിനോ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇപ്പോ 2020 ഭരിക്കുന്ന പഞ്ചായത്തിനെ പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ വളരെ ചുരുക്കമായിട്ട് നിങ്ങൾ അറിയണം, ഇന്ന് നിങ്ങൾ ആരെങ്കിലും പഞ്ചായത്തിട്ട് ചെന്ന് കഴിഞ്ഞാല് അവിടെ 3 മെമ്പർമാർ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ഓഫീസിലേക്ക് ചെല്ലുന്ന മാതിരി. ഒരു സ്വകാര്യ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടാവും, റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. ഇവിടെ അതല്ല. അതിനു പകരം 3 പേരാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത്. നിങ്ങൾ ചെന്ന ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ്, അത് അപേക്ഷ എഴുതാനാണെങ്കിൽ അപേക്ഷ എഴുതി, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ സൗജന്യമായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, സ്റ്റാമ്പ് ഒട്ടിക്കണമെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിച്ച്, അവർക്ക് ചായ, സ്നാക്സ്, കാപ്പി, ഇനി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മിഠായി, ഇനി ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയിട്ട് ഒരു സ്വകാര്യ ഓഫീസിൽ കിട്ടുന്നതിനേക്കാൾ അവർക്ക് ചായയും കാപ്പിയും ഭക്ഷണവും എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഓഫീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോ ഈ 3 മെമ്പർമാര് സ്ഥിരമായിട്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ അവര് വന്ന കാര്യം അപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ മെമ്പർമാര് അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം ആ പേപ്പറുകൾ ശരിയാക്കി അവരുടെ വീടുകളെത്തിക്കണം. സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാർക്ക്? കോൺഗ്രസുകാർക്ക് സാധിക്കുമോ? നിങ്ങൾ ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിച്ചപ്പോ അവിടെ നടന്നത് എന്താണെന്ന് അറിയാം. ഇനി ഇതിനെല്ലാം പുറമെ നമ്മളറിയാം, കട്ടില് കൊടുത്തു, ബയോബിൻ കൊടുത്തു, ആട് കൊടുത്തു, പോത്ത് കൊടുത്തു, മുട്ടക്കോഴി കൊടുത്തു. വീട് ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചിരിക്കുന്നത് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ്. കിഴക്കമ്പലത്ത് മാത്രം 11 കോടി രൂപയാണ് വീടിന് അനുവദിച്ച്. 289 വീടുകൾ ലൈഫ് മിഷനിൽ. ഓരോ വീടിനും മെയിന്റനൻസിന് വേണ്ടി 1.5 ലക്ഷം രൂപ അനുവദിച്ചു. ഇനിയും 1 കോടി രൂപ ആളുകൾ എടുക്കാനില്ല അവിടെ. ഇപ്പോ കട്ടിൽ കൊടുത്താൽ എടുക്കാൻ ആളില്ല, മുട്ടക്കോഴി കൊടുത്താൽ എടുക്കാൻ ആളില്ല, ബയോബിൻ കൊടുത്താൽ എടുക്കാൻ ആളില്ല, ആട് കൊടുത്താൽ എടുക്കാൻ ആളില്ല, പോത്ത് കൊടുത്താൽ എടുക്കാൻ ആളില്ല. അങ്ങനെ പല വിഷയങ്ങൾ കൊടുത്താൽ ആളുകളില്ല. അതേ സാഹചര്യത്തിലേക്ക് 2020 5 വർഷം കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പൊ പലരും പറയുന്നു ചില റോഡുകൾ ചെയ്തിട്ടില്ല, സിംഗപ്പൂർ ആക്കുമെന്ന് പറഞ്ഞു. സിംഗപ്പൂർ ആക്കിയില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഐക്യനാടും മുഴുവന്നവരും ഒക്കെ 5 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഏതാണ്ട്
70 വർഷം ഭരിച്ചത് ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലേ? ഇവര് സിംഗപ്പൂരാക്കാന്? സിംഗപ്പൂര് വേണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം മനുഷ്യർക്ക് നടക്കാവുന്ന റോഡുകളെങ്കിലും ഉണ്ടാവണ്ടേ? ഇപ്പൊ പുത്തൻകുരിശ് 15 വർഷമായിട്ട് ഭരിക്കുന്നു. ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് പുത്തൻകുരിശ്. അവിടെ മനുഷ്യർക്ക് നടക്കാവുന്ന ഒരു റോഡ് പോലും 15 വർഷം ഭരിച്ചിട്ടുണ്ടാക്കാൻ സാധിച്ചില്ല അവർക്ക്. നിങ്ങൾ അവിടെ രാത്രി പോയി നോക്ക്, ഏതെങ്കിലും പോസ്റ്റിൽ ലൈറ്റ് ഉണ്ടോ എന്നുള്ളത്. ഒരു പോസ്റ്റിൽ പോലും ലൈറ്റ് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ കാശൊക്കെ അവിടെ പോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാല് 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിലെ 1597 റോഡുകളാണ് BMBC നിലവാരത്തിൽ നമ്മൾ പൂർത്തിയാക്കിയത്. ഏതാണ്ട് 220 കിലോമീറ്റർ തോടുകൾ നമ്മൾ ആഴം കൂട്ടി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ. സ്ട്രീറ്റ് ലൈറ്റ്, അതിനെപ്പറ്റി ഞാൻ അവസാനം പറയാം. വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. 35,450 സ്ട്രീറ്റ് ലൈറ്റുകളാണ് 2020 5 വർഷം കൊണ്ട് 4 പഞ്ചായത്തുകൾ ഇട്ടത്. 35,450. ഓരോ പഞ്ചായത്തുകളിലും 100ഉം 200 ലൈറ്റുകളെ കത്തുന്ന ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് ഇന്ന് 4 പഞ്ചായത്തുകൾ 2020 മെമ്പർമാരുള്ള പഞ്ചായത്തുകളില് 35,450 കത്തുന്ന ലൈറ്റുകള്. ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? എന്താണ് പുത്തൻകുരിശ് 15 വർഷം ഭരിച്ചിട്ട് അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ സാധിക്കാത്തത്? ഇനി 2020 വന്നതിന് ശേഷം ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഭക്ഷ്യസുരക്ഷ. നമുക്കറിയാം, ഇന്ന് ജനങ്ങൾ അത് മനസ്സിലാക്കുന്നു. ഈ പിണറായി സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ 2016 അധികാരം ഏറ്റെടുത്തപ്പോ പിണറായി സർക്കാർ പറഞ്ഞ എന്താണ്? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കും. വില കുറച്ചുമില്ല, പിടിച്ചുമില്ല, നിർത്തിയുമില്ല. വിലകൾ ഇങ്ങനെ കുതിച്ചു കയറി. 75 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മത്തി 350 രൂപയായി. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാളിൽ 110 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ 550 രൂപയായി. 28 രൂപയ്ക്ക് കൊണ്ടിരുന്ന മട്ടേരി ഇന്ന് 70-80 രൂപയായി. അങ്ങനെ സാധാരണക്കാർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിനെ കൊണ്ടുവന്നു. എന്നിട്ടോ നമ്മളുടെ ഭക്ഷ്യസുരക്ഷ അവര് കഴിഞ്ഞ മാസം ഇലക്ഷന്റെ പേര് പറഞ്ഞ് കളക്ടറെ കണ്ട് രാഷ്ട്രീയ സ്വാധീനം വെച്ച് അടച്ചുപൂട്ടി. അപ്പോ ഏതാണ്ട് 55,000 കുടുംബങ്ങളാണ് അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ആ 55,000 കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് അവര് തള്ളിവിട്ടു. എന്നിട്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്തോ? ഇവരടച്ചുപൂട്ടിയതല്ലാതെ, അടച്ചുപൂട്ടിയവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഞങ്ങളാണ് അടച്ചുപൂട്ടിയത്, ഞങ്ങൾ ഇതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരുന്നു, നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടണ്ട. 2020 എന്ത് വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നോ അതേ വിലയ്ക്ക് ഞങ്ങൾ നൽകാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്തോ? കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തോ? കോൺഗ്രസുകാർ ചെയ്തോ? ചെയ്തില്ല. അപ്പോ സാധനങ്ങളുടെ വില കയറി, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നറിയാം. നമ്മുടെ പാർട്ടി വളരെയധികം അതിനുവേണ്ടി ശ്രമിച്ചു, അത് തുറക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഈ തവണത്തെ ഇലക്ഷനില് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറയാൻ പോകുന്ന എന്താണത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിങ്ങളത് തുറന്നു, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യം 2020 ഭക്ഷ്യസുരക്ഷാ മാള് തുറക്കാതെ തന്നെ ഈ കുന്നത്തുനാടിലെ 7 പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചു കാണിച്ചു തരാം. അതായത് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പാർട്ടിയല്ല 2020 എന്ന് തെളിയിച്ചു തന്നിട്ടേ ഞങ്ങളത് തുറക്കൂ. അങ്ങനെ 7 പഞ്ചായത്തുകളുടെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഡിസംബർ 20-ാം തീയതി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാള് വീണ്ടും തുറക്കും. ഇതിനേക്കാൾ ശക്തിയോടെ കൂടി നമ്മൾ തുറക്കും. അപ്പോ
അതുവരെ ഒരു താൽക്കാലിക സഹായം എത്തിക്കണമെന്ന് നമ്മുടെ പാർട്ടി ആവശ്യപ്പെട്ടു. ആ താൽക്കാലിക സഹായമാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വീടുകൾ തോറും നമ്മുടെ പ്രവർത്തകര് കയറി ഇറങ്ങി കൊടുക്കുന്നത്. ഇത് പിണറായി നമ്മുടെ നികുതി പണം കൊണ്ട് കൊടുക്കുന്ന പിണ്ണാക്ക് കൊടുക്കുന്ന മാതിരിയല്ല നമ്മുടെ കിറ്റ്. ഓരോ കിറ്റും അത്രമാത്രം വിലപ്പെട്ടതാണ്. അത് പാക്ക് ചെയ്യുന്നതിന്റെ കാര്യത്തിലും അതിന്റെ സാധനങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഒരാൾക്ക് പോലും ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, പിണറായിയുടെ കിറ്റ് വേണമെങ്കിൽ നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് ആഴ്ചകൾ ക്യൂ നിൽക്കണം. ഇവിടെ വേണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രവർത്തകര് ചുമന്ന് 15 കിലോയുള്ള കിറ്റ് ചുമന്ന് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുകയാണ്. ആർക്കാ സാധിക്കുക? ഇത്രയും കാലം ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടെ ഭരിച്ചു. എന്നെങ്കിലും 5 പൈസയുടെ ഒരു മിഠായി നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക് നിങ്ങള്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ പറ്റിക്കുന്നതല്ലാതെ 5 പൈസയുടെ നാരങ്ങ മിഠായി നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ?